എന്താ വിചാരിച്ചേ, നമ്മളെ കൊടൈക്കനാലിൽ പോയിട്ട് കൊടൈക്കനാലിൻ്റെ മോൾ ഭാഗത്തു നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ അല്ലേ? അത് കൊടൈക്കനാലിലാണ് എന്ന് കരുതെങ്കിൽ തെറ്റി. ഇത് അമ്പൂരിയിലെ മായം കടവിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു ദൃശ്യമാണ് കേട്ടോ. അപ്പോൾ മായം കടവ് എത്ര അടിപൊളിയായിരിക്കും എന്നറിയാലോ. അപ്പോൾ നമ്മൾ നേരത്തെ വേറൊരു ബ്രിഡ്ജിൻ്റെ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വരുന്ന വഴിക്കാണ് മായം കടവ്. മനോഹരമായൊരു ദൃശ്യം കണ്ടിട്ടാണ് ഞാൻ നിർത്തിയത് കേട്ടോ. വളരെ ക്വയറ്റായിട്ടുള്ള സ്ഥലമാണ്, വളരെ മനോഹരമായിട്ട്. ഹായ്, നമ്മുടെ മായം കടവിലോട്ട് വരുമ്പോഴേ ഇവിടെ ഒരു തട്ടുകടയുണ്ട്, കാണിച്ചു തരാം. അതായത് ഈ മായം കടവിനോട് ചേർന്ന് തന്നെ നമ്മളിതൊക്കെ ആസ്വദിക്കുന്നതിന് വേണ്ടി തന്നെ ഗുഡ് മോർണിംഗ് സ്റ്റാർ തട്ടുകടയെന്ന് തന്നെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാ ഫുഡുണ്ട്. പിന്നെ ശനി ഞായറൊക്കെ കപ്പ, അതുപോലെ തന്നെ ബീഫ്, ഊണ്, അത് ശനി ഞായറുമൊക്കെയാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. എല്ലാ ഐറ്റങ്ങളും, ഡ്രിങ്ക്സ് ഐറ്റങ്ങൾ, അത് തന്നെ എല്ലാം. ചായ ആണെങ്കിൽ ചായ എല്ലാം ഇവിടെ വന്നാൽ മതി. ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ വരിക, ഒരു ചേച്ചിമാരാണ് നടത്തുന്നത്. തൊട്ടടുത്ത് വീടുണ്ട്. ഓക്കെ, ഞങ്ങൾ നമ്മളെ മായൻസ് എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ മായൻ ഈര, മായൻ ടൈംസ് എന്നൊക്കെ പറയാം. അതുപോലെ ആണ് മായം കടവ്. വന്നാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെടും കേട്ടോ. നമ്മൾ ഈ വരുന്ന വഴിക്ക് അറിയില്ല ഇത്രയും മനോഹരമായ സ്ഥലമാണെന്ന്. ഭയങ്കര ടൂറിസം സാധ്യതയുള്ള അടവി എക്കോ ടൂറിസത്തിനെ അനുസ്മരിപ്പിക്കുന്ന ഇവിടെ ഒരു കുട്ടവഞ്ചി സവാരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ ടൂറിസം സാധ്യതയുള്ള സ്ഥലമാണ്. ഇപ്പോൾ നോക്കൂ, ഇതാണ് മായൻ കടവ്. നമ്മളിവിടെ വരുന്നത്, നമുക്ക് ഈ കറക്റ്റ് റിസംബ്ലൻസ് എന്ന് പറഞ്ഞാൽ അടവി എക്കോ ടൂറിസമാണ്. കുട്ടവഞ്ചി സവാരിയൊക്കെയുള്ള അടവി എക്കോ ടൂറിസം കോന്നി അതിനേക്കാൾ മനോഹരമാണ്. അതിനേക്കാൾ വളരെ, അതായത് ഒരുപാട് അകത്തോട്ടൊന്നും പോകേണ്ട, വളരെ അടുത്തായിട്ടാണ് നമുക്കൊരു കുട്ടവഞ്ചി സഫാരിയൊക്കെ ഫോറസ്റ്റ് ഇതിൻ്റെ ഗവൺമെൻറ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. മനോഹരമാണ്, വളരെ മനോഹരമാണ്. മറ്റെന്തിനേക്കാളും മനോഹരമായിട്ട് ഒരു നെയ്യാർ ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഈ കൈവഴികളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയ ബ്രിഡ്ജ്, അതൊക്കെ ആ ബ്രിഡ്ജും ഇതുമൊക്കെ ചേർന്ന സ്ഥലങ്ങൾ മായംകടവിൽ ചേർന്നത്. അപ്പോൾ മായംകടവിലോട്ട് നിങ്ങൾ വരിക. അവിടെ നമ്മൾ ബ്രിഡ്ജ് കാണാൻ വന്നെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് മായംകടവ് കാണാൻ വരും. മായംകടവ് പേര് പോലെ തന്നെ വളരെ സുന്ദരമാണ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം.